ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവനെ, 2 തിമോത്തി 1:8 പലതവണ എന്നെ തൊട്ട ഒരു വചനം, എന്നെ ബലപ്പെടുത്തിയ വചനമാണ്. കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുതേ. നിന്റെ കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുത്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. നമ്മൾ ആനുകൂല്യം ഒന്നും ചെയ്യണ്ട കേട്ടോ. വലിയ ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ കർത്താവിന്റെ നാമത്തെ ഞാൻ അനേക സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സെക്കുലർ മനുഷ്യന് സെലിബ്രിറ്റി വന്നാൽ നമ്മൾ ചാടി എഴുന്നേൽക്കും. കർത്താവിന് ബലി അർപ്പിക്കാൻ ഒന്ന് മുന്നോട്ട് കയറി നിൽക്കും. ഒരു സാക്ഷ്യം മതി, ഒരുവന്റെ സാക്ഷ്യം. പക്ഷെ യാത്രക്കിടയിൽ ഒരു നന്മ നിറഞ്ഞവരുമേ ചൊല്ലുന്നു, ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുന്നതായിട്ട് നീ കാണപ്പെട്ടാലോ, ഒരു സാക്ഷ്യം അത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നീ യാത്രക്കിടയ്ക്ക് സുവിശേഷ ഗ്രന്ഥം നിന്റെ പോക്കറ്റ് ബൈബിൾ എടുത്തൊന്ന് തുറക്കുന്നതായിട്ട് കാണിച്ചാൽ, ചിലപ്പോൾ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും അതൊരു ഗ്രേറ്റർ വിറ്റ്നസ് ആണ്. നിന്റെ കർത്താവിന് സാക്ഷ്യം നൽകാൻ നീ ലജ്ജിക്കരുത്. അതിനേക്കാൾ വലിയൊരു പ്രവൃത്തി നമുക്ക് ചെയ്യാനില്ല. ഈ സാക്ഷ്യത്തോടു കൂടി സാക്ഷ്യപേടകത്തിന്റെ ശക്തി മുഴുവൻ, വാഗ്ദാനങ്ങളുടെ പവർ മുഴുവൻ നമ്മളെ ചൂഴ്ന്നു നിൽക്കും. എന്റെ കുഞ്ഞനുഭവം അതാണ്. നിങ്ങൾക്കതിന്റെ വാശി വരട്ടെ. ആമേൻ ആമേൻ ആമേൻ.